നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് എല്ലാവർക്കും നമ്മുടെ കല്ലടിക്കോട് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇനി എന്താണ് വീഡിയോ എടുക്കാൻ പോണേ? നമ്മൾ എടുക്കാൻ പോകുന്നത് ഹു നോസ് മീ ബെറ്റർ അല്ലേ? ഒരുമിച്ച് പറ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹു നോസ് മീ ബെറ്റർ. അപ്പൊ 2026 ഞാൻ പറയാൻ പാടില്ല. അത് ശരിക്കും 9 തിരിയാ. പറഞ്ഞൊക്കെ വായിച്ചോളാം. ഞാൻ ഒന്നും കട്ട് ചെയ്യില്ല, ഇടും. ഇവരോട് രണ്ടുപേരോടായിട്ട് ഇനി ഒരാളും കൂടി ഉണ്ട് പറഞ്ഞിട്ടില്ല. തൽക്കാലം ഉള്ള ആൾക്കാരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് അതിലെ ക്ലാസ്സിൽ പോയിരിക്കാം. അപ്പൊ ഞാൻ അവളെ കുറ്റം പറയുന്നത് കേട്ടോ. അവള് വീഡിയോ കാണുമ്പോ എടുത്തിട്ട് പോറും. മാവയ്ക്കാണ് മെയിൻ ആയിട്ട് കുഞ്ഞിന്റെ ഇവരാണ് ചേരാത്ത രണ്ട് നാളുകാരി, അണ്ണിക്കട്ടാണ്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തില് എടുത്ത തെറ്റായ ഒരു തീരുമാനം, 3 പേരെ പ്രസവിച്ചു. സത്യം പറഞ്ഞ കറക്റ്റ് 3 ആള് 5 വന്നു പോട്ടെ. 3 പേരെ അപ്പൊ 2 കൂടി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. 3 പേരെ 15, 17, 19 അങ്ങനെ 3 ആളെ പ്രസവിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും തെറ്റായ ഒരു തീരുമാനം. തെറ്റായ തീരുമാനം ഇത് തന്നെയാണ് കഴിച്ചത്. ശരി. കല്യാണം കഴിച്ചത് അത്ര ഏറ്റവും വലിയ തെറ്റ്. അതന്നെ. ഇന്നത്തെ ജനറേഷൻ എടുത്ത് നോക്കുമ്പോ എല്ലാരും പറഞ്ഞു കല്യാണമേ കഴിക്കണ്ടേ. ഇന്നത്തെ ബുദ്ധി അന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യില്ല. ഞങ്ങളെ കെട്ടിച്ചു കൊടുക്ക, അമ്മയ്ക്ക് കെട്ടാൻ പാടില്ല. അപ്പൊ ഇനി ഞങ്ങളെങ്ങനെ? അപ്പൊ അത് അവിടെ വിട് അത് വിട്, പ്രശ്നം വിട്. അപ്പൊ ഇനി രണ്ടാമത്തത് അത് പേനട മൂടി. നിങ്ങൾ 3 മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം, അതായത് ഈ 3 പേരില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഇവരുടെ കാര്യങ്ങൾ എന്താന്നുള്ളത് അത് ഞങ്ങള് പറയണം. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം നീ പറയാം. അങ്ങനെയൊന്നുമില്ല. ഇഷ്ടപ്പെടാത്ത നിന്റെ ജീവിതത്തിൽ എന്താ? അതല്ല, അമ്മയ്ക്ക് നമ്മൾ 3 പേര് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മളെ ഇഷ്ടപ്പെടാത്തതോ എനിക്ക് പറയണെങ്കിൽ അത് ഞാൻ പറയുവാണെങ്കിൽ ഇവരുടെ ചില നേരത്തുള്ള സ്വഭാവം കണ്ടല്ലേ പോക്കി പിടിച്ചിട്ട് അപ്പൊ അങ്ങനെ. അപ്പൊ അതിനുള്ള ഉത്തരം ഞാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതല്ല, ചില സ്വഭാവം എന്താണെന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഭയങ്കര ദേഷ്യം കൂടുതലാണ്. ഇവിടെ ഭയങ്കര ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യും. അതൊരു 1.5 കൈകാര്യം. എനിക്കെല്ലാം ചടപടേന്ന് ചെയ്യുന്നില്ല. ഒച്ചപ്പാടും ബഹളവും. ഇനി 3 മക്കളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. ഞാൻ പറയട്ടെ. ഞാനാണ് പറയണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞങ്ങളെ പറയേണ്ടത്. നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യം ഇവിടെ ഗെയിമിൽ കൺഫ്യൂഷൻ ഇവളാണ്. ഇവിടെ എല്ലാവർക്കും കൺഫ്യൂഷൻ അങ്ങനെ ഗെയിം കൊണ്ടില്ല. എന്നിട്ട് അവൾക്ക് എല്ലാം അറിയാവുന്നൊരു ധാരണയാണ്. അത്ര 3 മക്കളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം വെറുതെ ചെറിച്ചുകൊണ്ടിരിക്കട്ട. അതല്ല, ഞാൻ പറയാം. അവനെ വിട്ട് ചൂടാണ്. ഹൂ നോസ് മീ ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അറിയുന്നത്? അപ്പത്തേക്ക് അമ്മയ്ക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരാണ് അമ്മയ്ക്ക് സമയം മനസ്സിലാക്കുന്നത്. അപ്പൊ അമ്മ ചോദിച്ചെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ആൻസർ. ശരി പറ. ചോദിക്കും. ഇപ്പോഴാണ് ഗെയിം മനസ്സിലായത്. വീഡിയോ ആണ് കളിച്ചിരിക്കുന്നത്. 3 മക്കളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം പറയട്ടെ. ഒരാളോട് ഇമ്പോസിഷൻ ഇഷ്ടമില്ലാത്ത കാര്യം 3 പേരിൽ ദേഷ്യം. നിനക്ക് കറക്റ്റ് ആൻസർ വെച്ച് പറയണേ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ദേഷ്യം. കറക്റ്റാണോ? കറക്റ്റ്. കൈയടിച്ച് പാസ്സാവും. അപ്പൊ ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് വെള്ളച്ചോറും ചമ്മന്തി. എന്ത് വിഭവം ഉണ്ടാക്കിയത് അമ്മ ചോറിനടുത്തേക്കേ പോവുള്ളൂ. മന്തി വാങ്ങിച്ചു കൊടുത്താലും ചോറ് മുക്കില്ലേ.
ചോറ്. ഇനി എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം. ഇഷ്ടപ്പെട്ട കാര്യം. ഇഷ്ടപ്പെട്ട കാര്യം ആ ശരി. എൻ്റെ ലൈഫിൽ ഇഷ്ടപ്പെട്ട കാര്യം യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത്. നമുക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ്സ് ഒക്കെയാണ് ഭയങ്കര. അതല്ലേ ഏറ്റവും ഹാപ്പി. പിന്നെ കുറച്ച് പട്ടികളെ വളർത്തണം. അതെ, ഓടി നടക്കണം. ഒന്ന് പുറത്തുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ ഇവരുണ്ട്. അതെ, മൊത്തത്തിൽ 5 പട്ടികൾ. 5 പട്ടികൾ അല്ല 5 പട്ടി. എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ യൂട്യൂബിൽ നിറച്ച് ഫോളോവേഴ്സ് വേണം. രാവിലെ ഉച്ചക്ക് രാത്രി ഫുൾ ടൈം യൂട്യൂബ് എടുത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടിയോ നോക്കിക്കൊണ്ടേയിരിക്കും. അതൊരു രസമല്ലേ? അത് അങ്ങനെ തന്നെ ആയിരിക്കും മിക്ക യൂട്യൂബേഴ്സ്. ഞാൻ രാവിലെ എണീക്കുന്നത് അമ്മയുടെ ഫുഡ് കണ്ടിട്ട് അവിടെ എന്താന്നുള്ളത് ഫുഡ് നമ്മുടെ രാവിലത്തെ റീൽ വരുമ്പോൾ കാണാം അതിൽ എന്താണ് രാവിലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും എന്തിനൊരു സമയം ഉണ്ടെന്ന് പറയില്ലേ, ആ സമയം ഇപ്പോഴാന്ന് തോന്നുന്നു. കാരണം ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ നമുക്കിപ്പോ വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. കുറേ വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ ഇടുക, ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ വരെ എത്തി. അതായത് 2026 ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യനും അല്ല ഇനിയില്ല. അമ്മീശൻ പറഞ്ഞു ഞാൻ നമ്മുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാത്തത്. ഞാനും നിങ്ങളോട് ചോദിക്കാനാ? ശരി. ഏറ്റവും വലിയ സ്വപ്നം എന്റെയോ? അല്ലടി അമ്മയുടെ. അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ പറയട്ടെ? ഒരുമിച്ച് പറയല്ലേ? റെഡി 1 2 സ്റ്റാർട്ട്. വീട്. വീടാണ് ഏറ്റവും വലിയ സ്വപ്നം. അതിപ്പോ എല്ലാവരുടെയും. അതെ, ഏറ്റവും വലിയൊരു ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. ഒരു നല്ലൊരു വീട് അല്ലെങ്കിൽ കുറേ ചെടികൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഞാൻ ഇതുവരെ എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കേ അറിയില്ല. ഇപ്പോഴാണ് ഓരോ വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഒരു വീട് ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇവിടം വരെ ഈ 2026 വരെ ഇവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇവര് ഒരു ഇതിലെത്താനുള്ള ഒരു ചിന്ത മാത്രമാണ്. ഇപ്പൊ അതാ 2026 വന്നപ്പോ വീട് 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 എന്നുള്ള ഒരു ഇതിങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ അതെ, ഫുഡ് പറയണ പോലെ വീട് വീട് എന്ന് വരാൻ തുടങ്ങി. അപ്പൊ ചിലപ്പോ അത് ആഗ്രഹിച്ചൊക്കെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ. അപ്പൊ ഇനി അത് സാധ്യമാണ് നമ്മൾ അതിലേക്കുള്ള ഒരു അടുത്ത നീക്കം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നീ നിന്റെ ഇഷ്ടപ്പെടാത്ത കാര്യം ദേഷ്യാണല്ലേ? ശരി. ഇഷ്ടമുള്ള പാരമ്പര്യമായിട്ട് അത് ഞങ്ങൾ 3 ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ ഞാൻ പുറത്തില്ല, നീ പറയാ 3 ഇഷ്ടമുള്ള കാര്യം. അമ്മയ്ക്കോ? അമ്മയ്ക്ക് 3 ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയ്ക്ക് അറിയില്ല ആൻസർ. എനിക്ക് നിങ്ങൾ പറ. അങ്ങനെയൊന്നുമല്ല ഇഷ്ടപ്പെട്ട. ഞാൻ പറയാ പഠിക്കുന്നത്. അതിപ്പോ എല്ലാ അമ്മമാർക്കും ഇഷ്ടമുണ്ടാക്കി. ഒന്ന് പഠിത്തം, പിന്നെ രണ്ടാമത്തെ കാര്യം വണ്ടി ഓടിക്കല്. അത് വലിയൊരു സ്വപ്നമായിരുന്നു. വണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഇല്ലാത്ത പ്രായത്തിലും സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് സൈക്കിളിൽ ഇരുന്ന് പോകണം എന്ന് ആഗ്രഹം. ഒരു വട്ട റേഷൻ കടയ്ക്ക് അമ്മയും പോയിട്ട് ഞാൻ ചാടി. എന്റെ നേരം കല്ലിൽ ചാടുമ്പോ ഞാൻ വീഴുന്നാണ്. ഞാൻ ചാടി, ഇവിടെ പോയി ചാടി. മറ്റേ എന്താ പറയാ ഇങ്ങനെ നമസ്കരിക്കണേ റോട്ടില് പഞ്ചസാര അപ്പുറത്ത് അരി അപ്പുറത്ത്. അങ്ങനെയല്ല. റേഷൻ കടയിൽ പോയിട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു പഞ്ചസാരയും അരിയും ഏറ്റിട്ട് വരാൻ വയ്യടി, ഇന്ന് നമുക്ക് സൈക്കിൾ കൊണ്ട് പോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളോട് സൈക്കിളിൽ പോയിട്ട് പഞ്ചസാര അരിയൊക്കെ വാങ്ങി. എനിക്ക് തോന്നി അവിടെ വീഴുന്നു. ഞാൻ ചാടി. അന്ന് കാലം ബ്രേക്ക് പിടിച്ചത് ആളുടെ വിചാരം ബ്രേക്ക് പൊട്ടിന്ന് ഒറ്റ ചാട്ടം. അന്ന് മുതൽ ഞാൻ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സൈക്കിളിൽ നിന്ന് തുടങ്ങി. സൈക്കിള്, പിന്നെ സ്കൂട്ടി, പിന്നെ കാറ്, അങ്ങനെ 3 മക്കൾ പഠിക്കണമെന്ന് അതിൽ പോകണമെന്നും ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ നടന്നു. ഞാൻ അച്ചീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 18 വയസ്സിൽ ഞാൻ സ്കൂട്ടിയുടെ ലൈസൻസ് എടുത്തു. സ്വന്തമായിട്ട് ഒരു സ്കൂട്ടി ഇങ്ങനെ ഒരു ദിവസം ഒരു രാത്രിക്ക് അച്ഛൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഒന്ന് തരുമോ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒരു എത്രയും അറിയാം 1/2 മണിക്കൂറിൽ കിട്ടിയ വണ്ടിയാണ്. ഒന്ന് ബാലൻസ് സൈക്കിൾ ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ സ്കൂട്ടി ഞാൻ
18 വയസ്സിൽ എടുത്തു സ്കൂട്ടി. അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി അമ്മ വാങ്ങി തന്നു. ഏട്ടനായിരുന്നു, എൻ്റെ വിവേകേട്ടനായിരുന്നു പെരിന്തൽമണ്ണ മലപ്പുറം അവിടെ പോയിട്ട് വണ്ടി നോക്കിയിട്ട് ഹോണ്ടയുടെ തന്നെ സെക്കൻഡ് ഹാൻഡ് 2012 മോഡൽ വണ്ടി എടുത്തു. അതിലാണ് എൻ്റെ ആദ്യത്തെ ഡ്രൈവിങ് റൈഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് അങ്ങനെ എന്താ പറയുക, പിന്നെ അമ്മേനെ പഠിപ്പിച്ചു. ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് വണ്ടി ആർക്കും ഓടിക്കാറിയാത്തൊരവസ്ഥയായി. അങ്ങനെ പിന്നെ അമ്മേനെ ഒരു ദിവസം കൊണ്ടുപോയി പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും സ്കൂട്ടർ ഓടിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത സ്വപ്നം കാറായിരുന്നു. അങ്ങനെ എടുക്കുന്ന പോലും നമുക്ക് അങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ കാണും. നമ്മളിങ്ങനെ അവർക്ക് വണ്ടിയിൽ പോകണു, നമുക്കൊക്കെ എന്തെങ്കിലും പോകാൻ പറ്റിയ കാർ. എന്റെ ഒരു സ്വപ്നമായിരുന്നു. അമ്മമാരാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ മക്കളെ. ഞാൻ പറയട്ടെ ഒരു കാര്യം, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ് ഇഷ്ടം. ആൺകുട്ടികൾ ഏതോ സംഭവമാണെന്നാണ് വിചാരം. പക്ഷെ ആൺകുട്ടികളുടെ അമ്മമാര് പറയണത് എന്താവും, ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി പോലും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. ആൺകുട്ടികൾക്കാളും പെൺകുട്ടികൾ വേണമെന്നാണ് ഓരോരുത്തർ ആഗ്രഹം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. പക്ഷെ അമ്മയ്ക്ക് ഒരു കുറവില്ല. ആൺകുട്ടികളെക്കാളും ഞങ്ങൾക്ക് എന്താ പറയാ എല്ലാം കൊണ്ട് ആൺകുട്ടി ഉണ്ടാവണം. ഇനിക്ക് ഉണ്ടാവണത് ആൺകുട്ടിയാവണം. ആൺകുട്ടീനെ കൊണ്ട് ഇച്ചെന്നറുടെ വരപ്പിക്കണം. എന്നാലാണ് ആൺകുട്ടികളുടെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. പെൺകുട്ടികൾ ആൺകുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതൊരാഗ്രഹമായിരുന്നു. അപ്പൊ അതൊക്കെ സഫലായി. അത് ഞാൻ 22 വയസ്സിലാണ് കാറ് പ്രതീക്ഷിക്കാണ്ടാണ് വന്നത്. ഞാൻ പോയി ജോയിൻ ചെയ്തു, ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്തു. 10-15 ക്ലാസ് ആയപ്പോഴേക്കാണ് ഇങ്ങനെ കാറ് സെക്കൻഡ് ഹാൻഡ്. അതും ഏട്ടൻ തന്നെയാണ്, വിവേകേട്ടൻ തന്നെയാണ്. അവൻ തന്നെയാണ് ഒരാഗ്രഹം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ തന്നെയാണ് വണ്ടി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതും അറേഞ്ച് ചെയ്ത് തന്നത്. മാരുതി 800 ആണ് കയ്യിലുള്ളത്, ആൾട്ടോ. അങ്ങനെ അതും പഠിച്ചു നേടി. പിന്നെ ഇരുന്നിട്ട് എവിടെ വേണേലും പോകും. നന്നായിട്ട് പഠിച്ചു. എനിക്ക് നല്ല, അതായത് കാറ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയുന്ന ആളാണ് ഇരിക്കുന്നത്. ഫ്ലൈറ്റാണ് ഓടിക്കുമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് അല്ല, കുട്ടീനെക്കാളും നമുക്ക് സേഫ് ആയിട്ട് എന്താ പറയാ പഠിച്ചു കഴിഞ്ഞ് ഇതുപോലൊരു സുഖമുള്ള വണ്ടിയില്ല. നന്നായിട്ട് നല്ല ശ്രദ്ധ വേണം. സ്കൂട്ടി പോലെ അല്ല, നമുക്ക് 3 മിറർ ഉണ്ടെങ്കിൽ 3 മിറർ ഒരേ ടൈം ഫോക്കസ് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ. 2 മിറർ ഉള്ളൂ വണ്ടിക്ക്. അല്ല, ബാക്ക് നോക്കാൻ ഒരു മിറർ ഉണ്ട്, സൈഡ് മിറർ, ഫ്രണ്ട് മിറർ, 2 മിറർ, ലെഫ്റ്റും റൈറ്റും, പിന്നെ ഒരു ഫ്രണ്ട്. അപ്പൊ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഒരു എന്താ പറയാ കുറച്ചും കൂടി നമ്മളെ എവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മുന്നേ ഇറങ്ങി വണ്ടി നന്നായിട്ട് നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതില്. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് ഓരോരുത്തർ നമ്മളൊപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയല്ല വണ്ടി നിർത്താന്നുള്ളത്. അപ്പൊ നമ്മൾ ഓടിച്ച് തന്നെ പഠിക്കണം. ഞാൻ അങ്ങനെ ഓടിച്ചിട്ട് തന്നെയാണ് എനിക്ക് പ്രാക്ടീസ് ആയത്. ഞാനിവിടെ വർക്കിന് കയറിയ സമയത്ത് വണ്ടി ഇങ്ങനെ നിർത്തിയിടണ്ട പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അങ്ങനെ എടുത്തെടുത്ത് നടു റോട്ടിലൊക്കെ വണ്ടി നിന്നിട്ട് പേടിച്ച് വരച്ചിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ പഠിച്ചത്. ഇപ്പൊ നന്നായിട്ട് എവിടേക്കാണെങ്കിലും ആരുടെ ആശ്രയം നമുക്ക് വേണ്ട. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ അനീതി അന്ന് സ്കൂട്ടിയുള്ള സമയത്തൊക്കെ ഞാനും അമ്മ രാത്രി എന്തെങ്കിലും പരിപാടി അനീതിമാരെ വീട്ടിനുള്ളിൽ അടച്ചിട്ടിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു. ഇന്ന് നമുക്ക് എന്താ സുഖമായി, എവിടെ ഉണ്ടെങ്കിൽ ആരും കാല് പിടിക്കണ്ട, ആരെയും ആശ്രയിക്കണ്ട, ബസ്സിന് പോകണ്ട. ബസ്സിന് പോകേണ്ടത് പോകണമല്ല, എന്നാലും നമ്മുടെ ആകെ വേണ്ട ഒരു കാര്യം പൈസ. അതൊക്കെയാണ്. അപ്പൊ അങ്ങനെ എന്താ പറയാ കാറ് എന്നുള്ളൊരു സ്വപ്നം അത് പഠിക്കുകയും ചെയ്തു, നമ്മൾ വാങ്ങുകയും ചെയ്തു. ഞാൻ അടുത്തത് അടിപൊളിയായി. അടുത്തത് എന്തായിരുന്നു? നമ്മളെവിടെ നമ്മുടെ അംബീഷൻ ആയിരുന്നല്ലേ. അതൊക്കെ പറഞ്ഞു. ഇനി അടുത്തെന്താന്ന് ചോദിക്കണ്ടേ? ഇനി ഫ്യൂച്ചർ പ്ലാൻ വീട് പിന്നെ ഇവിടെ അതാ കല്യാണങ്ങളുടെ ഒക്കെ തലമുറയിൽ വരും. അപ്പം കഴിഞ്ഞു. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞ് എന്നെ പറഞ്ഞുകൊടുന്നാ പറയുന്നത്. പെൺകുട്ടികളുടെ ഒരു അവസ്ഥ, സ്വന്തം വീട് വിട്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഈ കല്യാണം. എനിക്ക് വേറെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല കല്യാണത്തിന്. അത്രയും വലിയൊരു ട്രാക്കാണ് പെൺകുട്ടികൾക്ക്. നമുക്ക് അവിടെ പോയ പിന്നെ നമുക്ക് വീടില്ല സത്യത്തില്. അവിടെ പോയപ്പോഴേ കെട്ടിന്റെ വിടണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഓടിക്കോ പറയും. ഇവിടെ വന്ന ഒരാഴ്ച മുമ്പത്തേക്ക് ചിലപ്പോൾ അങ്ങോട്ട് വിളി ഉണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പൊ ഒരുപാട് കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കല്യാണം വേണ്ട പറയും. എനിക്ക് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്, എന്റെ കയ്യിൽ ലോക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പറയുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത്. എന്നാലും നമുക്കൊരു വിഷമമാണ് എപ്പോഴും. അതിന്റെ അടുത്തുപോലെ എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് പേടിയാണ് കല്യാണം. നമ്മുടെ വീട് വിട്ടു പോകുന്നു, അമ്മയെ വിട്ടു പോകുന്നു, കൂടപ്പുറപ്പോൾ വിട്ടു പോകുന്നു. എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ വരുന്നു, നിന്ന് ഒരാഴ്ച പുതിയ മാറാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോ ഓഫായി ക്യാമറയുടെ യൂട്യൂബിന്റെ സമയം കഴിഞ്ഞു.
വെയിറ്റ് ഇവിടെ അങ്ങനെ അല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ബെറ്റർ സത്യം പറഞ്ഞ അമ്മേനെ ചോദിച്ചിട്ട് അമ്മയൊന്നും സ്വന്തം ചോദിക്കുന്നത് ഇതിപ്പോ എല്ലാരും കൂടെ പറഞ്ഞിട്ട് എല്ലാവരുടെയും ഹൂനോസ്കിൻ ബെറ്റർ ആയിട്ടാണ് അവിടെ ഇരിക്കട്ടെ. കഥകളൊക്കെ ഒരുപാട് പറയാനുണ്ട്. അടുത്ത വീഡിയോ തീരാത്ത കഥകളായിട്ട് അപ്പൊ വീട് എന്താ ലക്ഷ്യം? ഇനി ഞങ്ങൾ പഠിച്ച് ജോലിക്ക് കയറിയതിന് ശേഷം ഞങ്ങൾ ഓരോ പടിയായിട്ട് ഞങ്ങൾ അതിന് പ്ലാൻ ചെയ്യും. എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ നമുക്ക് അതല്ല സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യണം. കഴിഞ്ഞില്ലേ? ഒന്ന് കട്ടാക്ക്. ഇനി കട്ടാക്കണമെങ്കിൽ അവിടെ ഇടുന്ന പോലെ അടുത്തത് ഇങ്ങനെയുള്ള ഓരോന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ വരുന്നതായിരിക്കും. അതെ. അപ്പൊ ബൈ. പോയി കട്ടി.